അവരെ തമ്മിൽ പിരിക്കാൻ ഞാൻ എല്ലാ വഴികളും നോക്കി. അവളെ എനിക്ക് വേണമായിരുന്നു. അവന് വേണേ അവളുടെ ചേച്ചിയെ നോക്കാമല്ലോ. ഗീതും അവനും അത്രക്ക് നല്ല ക്ലോസ് ആയിരുന്നു. കോളേജിൽ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ട് അവർ തമ്മിൽ സ്നേഹത്തിലായിരിക്കുമെന്ന് ഞാൻ കരുതിയെ. എൻ്റെ അതേ ക്ലാസ്സിൽ അഞ്ജലി വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. കോളേജ് സമയം ഞങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവളെ ഇഷ്ടം അറിയിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അവിടെ അവൻ എന്നെ കടത്തിവെട്ടി. അവളോട് ഇഷ്ടം പറഞ്ഞു. അതവൻ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം അവനെ കൊല്ലാൻ എനിക്ക് തോന്നി. എങ്കിലും അവളുടെ മറുപടി നെഗറ്റീവായിരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞത് അവൾ അവനെ ഇഷ്ടമാണെന്ന് എന്നോട് വന്ന് പറഞ്ഞു. അവൾ യെസ് പറയാൻ പോവുകയാണെന്നും പറഞ്ഞു. തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയായിരുന്നു ആദ്യ പടി. മിക്കവാറും അവർ തമ്മിൽ പിണങ്ങും. ഞാൻ സന്തോഷിക്കും. എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവർ ഇണങ്ങുകയും ചെയ്യും. പയ്യെ ഇതേ തെറ്റിദ്ധാരണ ഞാൻ രവി അങ്കിളിനും വളർത്താൻ തുടങ്ങി. വെറുതെ ആദിയുടെ കാര്യങ്ങൾ അങ്കിളിനോട് പറയും. കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഞാൻ വെറുതെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അങ്കിളിനെ അറിയിച്ചു കൊണ്ടിരുന്നു. അഞ്ചു ഉടനെ എൻ്റെ അടുത്തേക്ക് എത്തുമെന്ന് ഞാൻ വ്യാമോഹിച്ചു. പക്ഷേ ആദിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വീട്ടിൽ വന്ന അഞ്ചുവും ആദിയും തമ്മിൽ ഉമ്മ വയ്ക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ തൊടാൻ ആഗ്രഹിച്ച, സ്വന്തമാക്കാൻ മോഹിച്ച പെണ്ണിൻ്റെ ദേഹത്ത് അവൻ്റെ കൈകൾ. അന്നത്തോടെ എല്ലാം തീർന്നു. അവൻ്റെ എച്ചിൽ എനിക്ക് വേണ്ട. എനിക്ക് കിട്ടാത്തത് അവനും വേണ്ട. ഞാൻ വീണ്ടും അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചു. ആദിക്ക് വേറെ റിലേഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ കാര്യങ്ങൾ അവളുടെ മുന്നിൽ ഇട്ടുകൊടുത്തു. പതിയെ അഞ്ചുവും ആദ്യം തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരാൻ തുടങ്ങി. എന്നും പിണക്കവും മറ്റും. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയെങ്കിലും ഗീതു അവരെ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. തെറ്റിദ്ധാരണകൾ മാറ്റാനും മറ്റും. അതോടെ ഞാൻ കളി മാറ്റി. രവി അങ്കിളിനെ കാര്യം അറിയിച്ചു. ഡിഗ്രി കഴിഞ്ഞ ഉടനെ അവളെ പിടിച്ചു കെട്ടിച്ചു. അതോടെ പിന്നെ നിന്റെ മനസ്സിലെ പക തീർന്നില്ലേ ശ്രീ? കഥയും കേട്ട് ഡ്രിങ്ക്സ് മൊത്തി ദീപ്തി ശ്രീദേവിനെ നോക്കി. എവിടുന്ന്? ഒരിക്കൽ വെറുക്കാൻ തുടങ്ങിയ പിന്നെ അതുവരെ കാണാത്ത പലതും കൺമുന്നിൽ തെളിഞ്ഞു വരും. BBA കഴിഞ്ഞ് ബാംഗ്ലൂരിൽ തുടർന്ന് പഠിക്കാൻ ആദ്യം പോയി. വീട്ടിൽ എവിടെ തിരിഞ്ഞാലും ആദ്യം തന്നെ കേൾക്കാൻ തുടങ്ങി. മണിക്കൂറോളം അവനെ വിളിച്ച് സംസാരിക്കുന്ന അമ്മയും അച്ഛനും ഒക്കെ എൻ്റെ മനസ്സിലെ പക വളർത്താനേ സഹായിച്ചുള്ളൂ. പഠിത്തം കഴിഞ്ഞ് അവൻ വന്നപ്പോഴേക്കും അവൻ ബിസിനസ്സും ഏറ്റെടുത്തു. എനിക്ക് കൂടെ അവകാശപ്പെട്ട മുതലിന് ഞാൻ അവനോട് കാര്യകരണ സഹിതം പറഞ്ഞ് അവൻ്റെ മുന്നിൽ കൈനീട്ടണം. ഇതിനെല്ലാം പുറമെ സ്വന്തം കാലിൽ നിൽക്കാൻ സമ്മതിക്കാതെ അവൻ്റെ കീഴിൽ നിന്ന് ബിസിനസ് പഠിക്കാൻ ഒരവസരത്തിന് നോക്കിയിരിക്കാൻ തുടങ്ങി കാലം കുറേയായി. അവൻ്റെ അവസാനം കണ്ടാലേ എനിക്ക് തൃപ്തിയാകൂ. പല്ല് ഞെരിച്ചു പറയുന്നവനെ ഒന്നും മിണ്ടാതെ അവൾ നോക്കിയിരുന്നു. നീ എൻ്റെ കൂടെ കൂടിയപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിനക്ക് അവൻ്റെ മനസ്സിൽ കയറി പറ്റാൻ സാധിച്ചാൽ നിന്നെ വീട്ടിലേക്ക് ഏട്ടത്തിയായി കയറ്റാനുള്ള മാർഗം എനിക്കറിയാം. ഒരു കൊച്ചുകൂടി ആയാൽ പിന്നെ എല്ലാ പ്ലാനും സക്സസ്. അത് വേണേൽ ഞാൻ തരാം, ഒരു കൊച്ചിനെ. ഞാനും നീയും തമ്മിലുള്ള ബന്ധം രഹസ്യമാക്കി വെച്ചാൽ അവൻ്റെ കാര്യം എന്നേക്കുമായി തീർക്കാൻ എനിക്ക് പറ്റും. നീ ഉള്ളത് കൊണ്ട് എന്നെ ആരും സംശയിക്കില്ല. ഞാൻ എന്ത് ചെയ്യാനാണ് ശ്രീ? 2 വർഷമായി ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാ പെരുമാറുന്നത്. അവൻ അടുക്കുന്നില്ല. അവൻ ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സിങ്, പെരുമാറ്റം എല്ലാം ഞാൻ നോക്കി. അവനുമായി അടുക്കാൻ വരുന്ന പെൺപിള്ളേരെ ഒക്കെ ഓടിച്ചു. എന്നിട്ടും അവൻ്റെ മനസ്സ് കല്ലാണ്. അഞ്ജുവിൻ്റെ കാര്യത്തിൽ നിന്നും അവൻ പഠിച്ചതാണ്. അവളുടെ കല്യാണ സമയത്തൊക്കെ അവൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. നഷ്ടപ്പെടുമ്പോഴല്ലേ വില മനസ്സിലാകൂ. അതോടെ അവൻ്റെ പതനം കണക്ക് കൂട്ടിയ എന്നെ വെട്ടിയാക്കി വീണ്ടും അവൻ. ആ ബ്രേക്കപ്പൊക്കെ അവൻ തരണം ചെയ്തു വന്നു. അവന് പാവം പോലെ ഇരിക്കുന്ന ഒരു പെണ്ണിനെയും ഇഷ്ടമല്ല. അവൻ്റെ ടേസ്റ്റും സ്വഭാവവും എല്ലാം മാറി. പുതിയൊരാൾ. അവനെ തകർക്കണം, ഒരൊറ്റ ആളും അറിയാതെ. എന്നിട്ട് KB പാലസ് ഗ്രൂപ്പ് എനിക്ക് ഒറ്റയ്ക്ക് ഭരിക്കണം. KB പാലസിൻ്റെ ഒരേ ഒരു രാജാവ് ഞാനാകണം. കുടിലതയോടെ ചിരിച്ചുകൊണ്ട് പറയുന്നവനെ നോക്കി ആദിശേഷൻ്റെ ഭാര്യയായി അവിടേക്ക് കയറുന്നതിനെ പറ്റി അവൾ മനക്കോട്ട് കെട്ടി തുടങ്ങി. പിറ്റേ ദിവസം കുറച്ച് നേരത്തെ തന്നെ രേണുക എത്തി. ഇനി ആദിയുടെ വായിൽ നിന്നും വഴക്ക് കേൾക്കാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വന്ന പാടെ അവൾ ദീപ്തിയുടെ അടുത്തേക്ക് നടന്നു. മാം, ഇന്നലെ എന്നെ 5:30 തന്നെ വിട്ടോളാൻ ആദ്യ സർ പറഞ്ഞിരുന്നു. സർ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ മാഡം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അതിനെപ്പറ്റി. ദീപ്തിയുടെ നെറ്റി ചുളിഞ്ഞു. അവൾ രേണുകയ്ക്ക് നേരെ തിരിഞ്ഞു. താൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണോ? അയ്യോ അല്ല മാഡം, സർ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ പറഞ്ഞായിരുന്നു. ഞാനത് ചോദിച്ചു എന്നേ ഉള്ളൂ. ഓ ഗോഡ്, ഞാനത് മറന്നുപോയി. ഇയാൾ വന്ന് ചോദിച്ചതിന് ശേഷമാണ് ആദി സർ എന്നെ വിളിച്ചു പറഞ്ഞത്.
ഞാനിത് ഇയാളോട് പറയാൻ വേണ്ടി വന്നതാ, മറന്നുപോയി. വേറെന്തോ എമർജൻസി വന്നിരുന്നടോ. ആ ധൃതിയിൽ ഞാൻ അങ്ങ് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ താൻ ഇന്നലെ എത്ര മണിക്ക് വീട്ടിൽ പോയത്? ആദ്യം ഇവിടെ വന്നിരുന്നോ? തനിക്ക് എന്തെങ്കിലും പറ്റിയോ? ടെൻഷനോടെ ദീപ്തി രേണുവിൻ്റെ അടുത്തേക്ക് വന്നു. ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം രേണു ദീപ്തിയെ അറിയിച്ചു. താൻ പേടിച്ചു പോയതും പിന്നീട് ആദ്യം വന്നതും ഒടുവിൽ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയതുമെല്ലാം. എല്ലാം കേൾക്കെ ദീപ്തിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. ഇതുപോലൊരു സാഹചര്യം തനിക്കാണ് വന്നിരുന്നെങ്കിൽ ഇന്നലെ തന്നെ താൻ അവൻ്റെ മനസ്സിൽ കയറി പറ്റിയിരുന്നേനെ എന്നവൾ ആലോചിച്ചു. പിന്നെ അച്ഛനോട് എൻ്റെ കൂടെ ദീപ്തി മാഡവും ഇവരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നലെ തന്നെ എൻ്റെ ജോലി നിന്നേനെ. എന്തായാലും തനിക്കുമൊന്നും പറ്റിയില്ലല്ലോ. ആശ്വാസം. അവൾ നെഞ്ചിൽ കൈവച്ചു. ഉച്ചയ്ക്ക് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ രേണുകയ്ക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു. ഓരോന്ന് അറേഞ്ച് ചെയ്യാനും ഫയൽസ് നോക്കാനും കൊടുക്കാനും എല്ലാം അവളുടെ പണിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവൾ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ ചെന്ന് ഫുഡ് കഴിച്ചു. ആ സമയത്ത് തന്നെയാണ് ദീപ്തിയും കഴിക്കാൻ ഇറങ്ങി വന്നത്. അവളെ കണ്ടയുടനെ സെക്യൂരിറ്റി ഓടി വന്നു. അയാളും പുതിയ സ്റ്റാഫായിരുന്നു. ദീപ്തിയുടെ പരിചയത്തിൽ ഓഫീസ് സമയം കഴിഞ്ഞുള്ള ന്യൂസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അയാളെ ഇവിടെ നിർത്തിയിരിക്കുന്നതാണ്. മിക്കവാറും ദിവസങ്ങളിൽ ആദ്യം ഓഫീസിൽ തങ്ങാറുണ്ട്. അപ്പോൾ വരുന്നവരെയും മറ്റും നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. മാഡം, ഞാൻ ഇന്നലെ താഴെ നിന്നപ്പോൾ ഇവിടേക്കൊരു പെൺകുട്ടി വരുന്നത് കണ്ടു. സാറിന് സഹോദരി ഉണ്ടോ? സാറിൻ്റെ സഹോദരിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. പെൺകുട്ടിയോ? ഇവിടെയോ? അതെ, അയാൾ ഗീതുവിനെ പറ്റി വർണ്ണിച്ചു കൊടുത്തു. പറഞ്ഞപ്പോൾ തന്നെ ദീപ്തിക്ക് കാര്യം മനസ്സിലായി. എങ്കിലും അവൾ അറിയാത്ത ഭാവത്തിൽ നിന്നു. ആദ്യ സാറിന് ഗേൾഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടായിരുന്നു കാണും. അവർ ആയിരിക്കും വന്നത്. രണ്ടുപേരും ചിലപ്പോൾ ഒരുമിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. ഒരുമിച്ച് പോകുന്നത് താൻ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വെറും ഒരു പെൺകുട്ടി അകത്തോട്ട് പോകുന്നത് മാത്രമേ കണ്ടിരുന്നുള്ളൂ. കുറേ നേരം കഴിഞ്ഞതും ഒരു ചെറുപ്പക്കാരൻ വന്ന് ആ പെണ്ണിനെയും വിളിച്ചു കൊണ്ടുപോയി. താൻ പോയിക്കോ. സെക്യൂരിറ്റിയെ പറഞ്ഞു വിട്ടിട്ട് ഉടനെ തന്നെ ദീപ്തി ശ്രീദേവിനെ വിളിച്ചു. ഇന്നലെ ഇവിടെ ഗീതു വന്നിരുന്ന കാര്യം അവൾ പറഞ്ഞു. കാര്യങ്ങളെല്ലാം കേട്ടിട്ട് വൈകിട്ട് കാണാം എന്നവൻ പറഞ്ഞു വച്ചു. മീറ്റിംഗൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അതിൽ രേണുകയ്ക്ക് സമാധാനമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആദിയുടെ ഓഫീസിൽ നിന്ന് രേണുകയെയും ദീപ്തിയെയും വിളിച്ചു. ദീപ്തി, ഞാൻ ഇന്നലെ തന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു രേണുകയെ അഞ്ജലിക്ക് തന്നെ വിടണമെന്ന്. എന്നിട്ട് താൻ എന്തുകൊണ്ടത് അവളോട് പറഞ്ഞില്ല? അവൾ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ രേണുക ചാടി ഇറങ്ങി കയറി. സർ, അത് ദീപ്തി മാഡത്തിന് ഒരു ചെറിയ തെറ്റ് പറ്റിയതാണ്. ഞാൻ ചെന്ന് ചോദിച്ചതിന് ശേഷമാണ് സർ വിളിച്ചത്. എന്തോ തിരക്കിനിടയിൽ മാഡം പറയാൻ വിട്ടുപോയതാണ്. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. തന്നോട് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. രേണുകയോട് ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ദീപ്തിക്ക് വായുണ്ട്. അവൾക്ക് വേണ്ടി അവൾക്ക് സംസാരിക്കാൻ അറിയാം. മനസ്സിലായോ? പിന്നെ രേണുക ഒന്നും മിണ്ടിയില്ല. ദീപ്തിക്ക് എല്ലാം കൊണ്ടും നിറഞ്ഞു കയറുകയായിരുന്നു. ആദ്യം വീണ്ടും ദീപ്തിയുടെ നേരെ തിരിഞ്ഞു. രേണുകയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുമോ? അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കണം. അതിനാണ് ദീപ്തിയെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? സേ സോറി ടു ഹർ. സർ, സോറി ഒന്നും വേണ്ട. രേണുക വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഷട്ട് അപ്പ് രേണുക, തന്നോട് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവൻ അവളെ നോക്കി അലറി. അതോടെ രേണുകയുടെ വായടഞ്ഞു. സോറി രേണുക, ഞാൻ മനഃപൂർവ്വമല്ല അങ്ങനെ ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു തെറ്റാണ് പറ്റിയത്. താൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ദീപ്തി രേണുകയുടെ നേരെ നോക്കി പറഞ്ഞു. സാരമില്ല മാഡം, ഒരു തെറ്റ് പറ്റിയതല്ലേ, ആർക്കായാലും സംഭവിക്കും. രണ്ടുപേരെയും ആദ്യം പറഞ്ഞു വിട്ടു. ദീപ്തി നേരെ വാഷ്റൂമിലേക്ക് പോയി. കണ്ണാടിയിലെ പ്രതിബിംബം കാണെ അവൾ കരിശം അടക്കാനായില്ല. രേണുകയോട് മാപ്പ് പറഞ്ഞതിലും അവളുടെ മുന്നിൽ വെച്ച് അവളെ വഴക്ക് പറഞ്ഞതിലും അവൾക്ക് വല്ലാത്ത അപമാനം തോന്നി. അവൾ പല്ല് ഞെരിച്ചു. രേണുക നിഷ്കളങ്ക ചമഞ്ഞ് തന്നെ പറ്റിക്കുകയാണ്. അവൾക്കൊരു പണി കൊടുത്തേ പറ്റൂ. മുഖം കഴുകി ഫ്രഷായി ലേറ്റായിട്ട് മേക്കപ്പ് ഇട്ട് ദീപ്തി ഇറങ്ങി. ഉറച്ച തീരുമാനത്തോടെ അവൾ ആദിയുടെ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. ആദിയുടെ ക്യാബിനിൽ ചെന്നു ദീപ്തി. അവനോട് വരാൻ പോകുന്ന പ്രൊജക്റ്റിനെ പറ്റി ഓരോ സംശയങ്ങൾ ചോദിച്ചവൾ. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം സാധാരണ രീതിയിൽ ആദിയോട്, ഇന്നലെ ഏതെങ്കിലും പെൺകുട്ടി വന്നായിരുന്നോ സാറിനെ കാണാൻ? പെൺകുട്ടിയോ? തന്നോട് ആരാ പറഞ്ഞേ? ഞാൻ അറിഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഓഫീസ് ടൈം കഴിഞ്ഞ്. അവൻ്റെ ഓർമ്മയിൽ ഗീതു വന്ന് തെളിഞ്ഞു. ഗീത വന്നിട്ടുണ്ടായിരുന്നു. എന്താടോ? ഗീതു ആയിരുന്നോ? അവൾ ഞെട്ടിൽ അഭിനയിച്ചു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്തു പറ്റി? ഒന്നുമില്ല സർ, ഞാൻ പോകട്ടെ. അവൾ വെപ്രാളം അഭിനയിച്ചു. ദീപ്തി, ആദിയുടെ ശബ്ദമുയർന്നു. എന്താ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. സർ, അത്
രേണുകയ്ക്ക് അറിയില്ലല്ലോ ഗീതു ആരാണെന്ന്. രേണുകയോ? രേണുകയാണോ പറഞ്ഞത് ഗീതു ഇന്നലെ വന്ന കാര്യം? സർ, അവളോട് ചോദിക്കരുത് പ്ലീസ്. രേണുക പറഞ്ഞത് കേട്ട് ഞാൻ വേറെ ആരോ വന്നു എന്ന് കരുതിയാ ചോദിച്ചത്. സോറി. എന്താ രേണുക പറഞ്ഞത്? താൻ തെളിച്ചു പറ. അത് ഇന്നലെ വന്ന പെൺകുട്ടി സാറിൻ്റെ ഗേൾഫ്രണ്ട് ആണെന്നും കാണാൻ പാടില്ലാത്ത രീതിയിൽ നിങ്ങളെ തമ്മിൽ കണ്ടെന്നും രേണുക എന്നോട് പറഞ്ഞു. സാറിന് അങ്ങനെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല ആരുടെ കാര്യമാണ് പറയുന്നതെന്ന്. ഇന്നലെ രേണുക പോകാൻ ഇറങ്ങിയ സമയമാണ് ഗീതു കയറി വന്നത് എന്ന് അവൻ ഓർത്തു. കാണ ആദിയുടെ മുഖം ചുവന്നു തൊടുത്തു. കയ്യിലിരുന്ന പേപ്പർ ഹോൾഡറിൽ അവൻ പിടിമുറുക്കി. മറ്റൊരാൾ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യം ഇവിടെ വന്ന് ചോദിക്കാനല്ല ദീപ്തിയെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്. ഇനി ഈ വക സംശയങ്ങളും കാര്യങ്ങളും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്, മനസ്സിലായോ? ശരി സർ, സോറി. അവൾ പിന്തിരിഞ്ഞു പോകാനാഞ്ഞതും ആദ്യ വിളിച്ചു. രേണുകയോട് എന്നെ വന്ന് കാണാൻ പറയൂ. ദീപ്തി ഉള്ളാലെ ചിരിച്ചു. തൻ്റെ ഉദ്ദേശം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് തന്നെ രേണുകയെ ആദ്യം പറഞ്ഞു വിടൂ. സർ, ഇക്കാര്യം ചോദിക്കരുത് പ്ലീസ്. രേണുകക്കാരി ഗെറ്റ് ഔട്ട് ആൻഡ് ഡു വാട്ട് ഐ സേ. പറഞ്ഞു മുഴിപ്പിക്കും മുമ്പേ അവൻ അലറി. അവൻ്റെ മുഖം കോപത്താൽ വലിഞ്ഞു മുറുകി. അവൾ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി. നേരെ രേണുകയുടെ അടുത്തേക്ക് ചെന്നു. മുഖത്തെ ഭാവങ്ങളെല്ലാം സാധാരണമാക്കി. രേണുകയെ സാറ് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നെയോ? ഞാൻ നേരത്തെ ഫയൽസൊക്കെ കൊടുത്തായിരുന്നല്ലോ. എനിക്കറിയില്ല രേണുക, സാർ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്ത് ചോദിച്ചാലും താൻ വലിയ മൈൻഡ് ചെയ്യണ്ട. ഇതുപോലെ ദേഷ്യപ്പെടുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാത്ത തെറ്റാണെങ്കിലും വെറുതെ കേട്ടോണ്ട് നിൽക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ സാറിൻ്റെ ദേഷ്യം കൂടുകയുള്ളൂ. പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാണ്. അവൾ തലയാട്ടി ആദിയുടെ ക്യാബിനിലേക്ക് നടന്നു. ഡോറിൽ നോക്ക് ചെയ്തപ്പോഴേ കമിൻ എന്നുള്ള ഉറച്ച ശബ്ദം കേട്ടു. അകത്തേക്ക് കയറിയ രേണുക അവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് പേടിച്ചു. എന്നിട്ടും അത് പുറമേ കാണിക്കാതെ അവൾ നടന്നു. മോറൽ പോലീസ് കളിക്കാനാണോ ഞാൻ നിന്നെ ശമ്പളത്തിന് വെച്ചിരിക്കുന്നത്? അവൾക്കൊന്നും മനസ്സിലായില്ല. അന്തം വിട്ടവൾ അവനെ നോക്കി. രേണുകയ്ക്ക് നാവില്ല സംസാരിക്കാൻ. അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. സർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതെ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകില്ല. വെറുതെ നിഷ്കളങ്കം നടിച്ച് നടക്കാൻ മാത്രം അറിയാം. നിന്നെയൊക്കെ വിശ്വസിച്ച് ജോലിക്കെടുക്കുന്ന എന്നെ വേണം പറയാൻ. അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും എത്രമാത്രം ദേഷ്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്തായാലും ദീപ്തി പറഞ്ഞതുപോലെ അവൾ മൗനം പാലിച്ചു. അവളും കേട്ടിട്ടുണ്ട് മേലുദ്യോഗസ്ഥൻ തൻ്റെ ദേഷ്യവും ടെൻഷനുമൊക്കെ ജീവനക്കാരോട് കാണിച്ച് സംതൃപ്തി അടയ്ക്കുന്നത്. ആദിക്കും അതുതന്നെയായിരിക്കും പ്രശ്നമെന്ന് കരുതി അവളൊന്നും മിണ്ടിയില്ല. എന്നാൽ അവളുടെ മൗനം ആദിയെ കുറച്ചുകൂടി ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കും, വിളിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യും. അതിന് സമയവും കാലവും ഒന്നും ഞാൻ നോക്കാറില്ല. മറ്റുള്ളവർ ഇടപെടുകയും വേണ്ട. എന്നെ കാണാൻ വരുന്നവർ ആരൊക്കെയെന്ന് മറ്റൊരാൾ അന്വേഷിക്കുകയും വേണ്ട. ഞാൻ അതിനല്ല നിന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൾ തലയാട്ടി. ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നാലോ സംസാരിച്ചാലോ നിന്നെ പോലുള്ള ലോ ക്ലാസ് ഫാമിലിക്ക് അവിടെ പലതും തോന്നും. പലതും പറഞ്ഞുണ്ടാക്കാനും തോന്നും. അതൊക്കെ നിന്റെ വളർത്തിയതിൻ്റെ കുഴപ്പമാണ്. സർ, രേണുകയുടെ ശബ്ദമുയർന്നു. അനാവശ്യമായി സംസാരിക്കരുത്. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നോട് പറയാം. എൻ്റെ വീട്ടുകാരെ പറയേണ്ട ആവശ്യമില്ല. നിന്റെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയോ? അതുപോലെ എന്നെ കാണാൻ വരുന്നവർക്കും വീട്ടുകാരും കുടുംബക്കാരും എല്ലാം ഉണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു എന്നാണ്? നിനക്ക് സിബ്ലിംഗ് ഉണ്ടോ? ഇല്ല. കസിൻസ് ഉണ്ട്. കസിൻ ബ്രദർ ഉണ്ട്. നാളെ ആ അനിയൻ നിന്നെ കാണാൻ വരികയോ നിങ്ങൾ സംസാരിക്കുന്നത് കാണുകയോ ചെയ്താൽ ഞാനത് നിന്റെ കാമുകനാണെന്ന് ചോദിച്ചാൽ നിനക്ക് എന്ത് തോന്നും? അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട് ആരെങ്കിലും നിന്നോട് സംസാരിച്ചാൽ ഞാൻ ഇതുപോലെ ഗോസിപ്പ് പറഞ്ഞാൽ നിനക്ക് എന്ത് തോന്നും? സർ, പരിധി വിട്ട് സംസാരിക്കുന്നു. ഇത്രയും നേരം കാര്യകാരണങ്ങളൊന്നും അന്വേഷിക്കാതെ നിങ്ങൾ ദേഷ്യപ്പെട്ടത് ഞാൻ സഹിച്ചു. പക്ഷെ വെറുതെ ആവശ്യമില്ലാതെ എന്നെയും എൻ്റെ വീട്ടുകാരെയും പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഇതൊന്ന് കേട്ടു നിൽക്കേണ്ട ബാധ്യത എനിക്കില്ല. പറഞ്ഞുകൊണ്ടവൾ തിരികെ നടന്നു. രേണുക, ഞാൻ പറഞ്ഞു തീർന്നില്ല. അവൻ ദേഷ്യത്തോടെ മുരണ്ടു. എനിക്കൊന്നും കേൾക്കേണ്ട. അവൾ വീണ്ടും വാതിലിനടുത്തേക്ക് നടന്നു. ആദ്യം അവളുടെ അടുത്തേക്ക് പാഞ്ഞു. നിന്നോട് നിൽക്കാനല്ലേടി പറഞ്ഞത്? പിന്നാലെ പാഞ്ഞെത്തിയവൻ ഡോർ തുറക്കാൻ തന്നെ രേണുകയെ കയ്യിൽ പിടിച്ച് പുറകിലേക്ക് വലിച്ചു. വലിച്ചതിൻ്റെ ആയത്തിൽ പിന്നോട്ട് തെറിച്ചവൾ അവൻ്റെ നെഞ്ചിൽ ഇടിച്ചു നിന്നു. ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയവൾ. എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പക്ഷേ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞു നോക്ക്, അപ്പോൾ ഞാൻ ബാക്കി പറയാം. വീറോടെ അവന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു നിർത്തിയവൾ. എനിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു നീ? ആദ്യം അവളുടെ വിരൽ ഒട്ടാകെ പിടിച്ച് ഞെരിച്ചു കൊണ്ട് താഴ്ത്തി. അയ്യോ, എൻ്റെ വിരൽ!
വേദന കൊണ്ട് അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. പ്രതിരോധിക്കാൻ മാർഗമില്ലാതെ അവൾ അവൻ്റെ കൈയിൽ നിന്നും കൈ പിടിക്കാൻ ചാടിക്കൊണ്ടിരുന്നു. പുച്ഛത്തോടെ അവളെ നോക്കി വിരൽ അവൻ സ്വതന്ത്രമാക്കി. എന്നെയോ എന്നെ കാണാൻ വരുന്നവരെയോ പറ്റി അപവാദം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ. അവൻ താക്കീതോടെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. രേണു ഒന്നും കേട്ടില്ല. അവളുടെ കണ്ണിൽ അവൻ നീട്ടിയ ചൂണ്ടുവിരൽ മാത്രം പതിഞ്ഞു. ചാടി ഒരു കടിയായിരുന്നു അവൾ. എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. കയ്യിലൊരു തരിപ്പ്. 2 നിമിഷം കഴിഞ്ഞതും വിരലിൻ്റെ തുമ്പിൽ അസഹനീയമായ വേദന. വിരടി ഇല്ലടപ്പാട്ടി, എൻ്റെ വീട്ടുകാരെയും പറഞ്ഞ് എൻ്റെ വിരലും പിടിച്ച് ചതച്ചിട്ട് ഇപ്പോൾ വിടാൻ ഞാൻ. മനസ്സിൽ അവനെ തെറിയും പറഞ്ഞവൾ 2 കൈയും കൊണ്ട് അവൻ്റെ വിരൽ കൂട്ടിപ്പിടിച്ചു. കടിയുടെ ആഘാതം കൂട്ടി. കയ്യിൽ നിന്നും വിരൽ പറഞ്ഞു പോകുന്നത് പോലെ തോന്നി അവന്. കൈ വലിക്കും തോറും വേദന കൂടിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം പല്ലുകൾ കടിച്ചു പിടിച്ചവൻ ശ്വാസം ആഞ്ഞു വലിച്ചു ഉള്ളിലേക്ക് എടുത്തവൻ കണ്ണടച്ചു നിന്നു. അടഞ്ഞ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി. അവൻ്റെ കുതറിച്ച നിന്നത് അറിഞ്ഞവൾ കണ്ണു മാത്രം ഉയർത്തി അവനെ നോക്കി. മിണ്ടാതെ നിശ്ചലമായി നിൽക്കുന്നവനെ കണ്ട് അവൾ അന്തം വിട്ട് വാ തുറന്നു. വായി ഒരു വല്ലാത്ത ചുവ വരുന്നുണ്ട്. ഇരുമ്പിൻ്റെ ചമർപ്പറിഞ്ഞവൾ ഞെട്ടി തല പിന്നിലേക്ക് വലിച്ചു. കടിച്ചു പിടിച്ചിരുന്ന വിരൽ സ്വതന്ത്രമായി. ഒരു നേർരേഖ പോലെ രക്തമൊഴുകുന്നു. വായും പൊതിഞ്ഞു പിടിച്ചവൾ ഡോർ തുറന്നു പുറത്തേക്കൂടി. ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ടാൽ കണ്ണ് തുറന്നു. രക്തം പൊടിഞ്ഞ വിരലിൽ നോട്ടം പതിഞ്ഞു. വല്ലാത്തൊരു തരിപ്പ് ചൂണ്ടുവിരലിൽ കൂടി മുകളിലേക്ക് കയറുന്നുണ്ട്. അവൻ അകത്തെ മുറിയിൽ കയറി വാശേരിയിൽ പൈപ്പ് തുറന്ന് കൈ കാണിച്ചു. ആകെ മൊത്തം ഒരു നീറ്റൽ. ആൻറ്റിസെപ്റ്റിക് ലോഷൻ എടുത്ത് കൈ നന്നായി കഴുകിയവൻ. അവളുടെ പല്ലിൻ്റെ പാട് കണക്കെ 2 മുറിവുകൾ. ടവലിൽ വിരൽ തുടച്ച് വെളിയിലേക്ക് ഇറങ്ങി. റൂമിൻ്റെ സൈഡിലെ ടേബിൾ ഡ്രോയർ വലിച്ചു തുറന്നവൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് തുറന്നു. അതിൽ നിന്നും ഒരു ഓയിൽമെൻ്റ് എടുത്ത് വിരലിൻ്റെ മുകളിൽ പുരട്ടി. തീപ്പൊള്ളൽ ഏറ്റവണ്ണം നീറുന്നുണ്ട് കൈവിരൽ. പല്ല് കടിച്ച് വേദന സഹിച്ച് ഒരു ബാൻഡേഡ് കൂടി എടുത്ത് വിരലിൻ്റെ പുറത്തേക്ക് ചുറ്റിയവൻ തിരികെ തൻ്റെ ക്യാബിനിൽ കയറി കണ്ണടച്ചിരുന്നു. മേൽ നൊന്താൽ രാക്ഷസനാകുന്നവനെയാണ് താൻ ഇന്ന് കടിച്ചു മുറിച്ചത്. ഇതിനു മുമ്പ് അവനിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രതികരണത്തിൻ്റെ ഓർമ്മയിൽ തൻ്റെ മേശയിൽ തലക്ക് കൈവച്ചിരുന്നു. രേണുക വെപ്രാളപ്പെട്ടു. കഫറ്റേരിയയിൽ പോയി രേണുക ഒരു കോഫി പറഞ്ഞു. അതും എടുത്ത് ഒരു ടേബിളിൽ വന്നിരുന്നപ്പോഴാണ് സൗമ്യ ചേച്ചിയെ കണ്ടത്. അവൾ കോഫിയും എടുത്ത് അവർക്കരികിലേക്ക് ചെന്നപ്പോഴാണ് പടിയിറങ്ങി ആദ്യം അവരുടെ അടുത്തേക്ക് ചെന്നത്. ചേച്ചി, ചെറിയമ്മ അന്വേഷിച്ചിരുന്നു കേട്ടോ. മറ്റന്നാൾ ഞായറാഴ്ചയല്ലേ, വീട്ടിലേക്ക് വരുമ്പോൾ എന്തോ കാര്യം പറയാനാണെന്ന് പറഞ്ഞു. അയ്യോ, ഞായറാഴ്ച എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് മോനെ. വൈകിട്ടത്തേക്ക് ഇറങ്ങിയാൽ മതിയോ? അതായാലും മതി. ചെറിയമ്മ ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഫോണിനെന്ത് പറ്റി? അത് കേടായി മോനെ. നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ച എടുക്കുമെന്നാ പറഞ്ഞ്. ഫോണിൻ്റെ അത്യാവശ്യമൊക്കെ അറിയാവുന്നതല്ലേ. ചേച്ചിയുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും വിളിച്ചാൽ കിട്ടണ്ടേ? എന്നോട് പറയാത്തതെന്തേ? നാളെ രാവിലെ പുതിയ ഫോൺ ദേവ് കൊണ്ടുതരും കേട്ടോ. അതൊന്നും വേണ്ട മോനെ, നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അത് നന്നാക്കി വാങ്ങി കയ്യിൽ വെച്ചിരിക്കൂ. ഇതുപോലെയുള്ള സാഹചര്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ. ആദ്യം സൗമ്യം സംസാരിക്കുന്നത് കൊണ്ട് രേണു കുറച്ചു മാറി നിന്നു. എന്നാലും പറയുന്നത് കേൾക്കാം. വേറെ ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള സംസാരം സാധാരണയായിരിക്കും എന്നവൾ മനസ്സിലായി. അവൾ അവൻ്റെ വിരലിലേക്ക് ഒന്ന് പാളി നോക്കി. കൈ പാൻസിൻ്റെ പോക്കറ്റിലാണ്. രേണുക നിൽക്കുന്നത് കണ്ടിട്ട് മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. ശാന്തനായിട്ടാണ് സൗമ്യയോട് സംസാരിക്കുന്നതും. മോളെ, എന്താ ആലോചിച്ച് നിൽക്കുന്നത്? കൺമുന്നിൽ സൗമ്യയുടെ ശബ്ദം കേട്ടവൾ ഞെട്ടി ഉണർന്നു. ആദ്യം അവിടെ നിന്നും പോയിരിക്കുന്നു. ഒന്നുമില്ല ചേച്ചി, എന്താ ആലോചിച്ച് നിന്നതാ. സൗമ്യയോട് ഓരോന്ന് സംസാരിച്ചു കൊണ്ട് അവൾ കാപ്പി കുടിച്ചു തീർത്തു. തിരികെ വന്ന് കുറച്ചു നേരം കഴിഞ്ഞതും ദീപ്തി അവളെ വിളിച്ചു. രേണുക, ഇന്ന് എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. ഈവനിങ് 1 മണിക്കൂർ കൂടി നിൽക്കേണ്ടി വരും. 1 മണിക്കൂറോ? എന്ത് ഡ്യൂട്ടിയാണ്? നമ്മുടെ പ്രോജക്റ്റ് ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കുകയല്ലേ. അതിന് കുറച്ച് ഇൻഫോർമേഷൻ വേണം. പഴയ കുറേ ഫയലുകൾ റെഫർ ചെയ്ത് കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ വേണം. എനിക്ക് പുറത്ത് പണിയുണ്ട്. ഞാനും എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുകയാണ്. പക്ഷെ പുറത്താണ്. എന്നാൽ ആ ഡ്യൂട്ടി എനിക്ക് തരുമോ മേഡം? ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക്. അത് ഇയാളെ കൊണ്ട് പറ്റില്ല രേണുക. ഇയാൾ ഫ്രഷ് അല്ലേ. 1-2 മീറ്റിംഗ് ഒക്കെ നടത്താനുണ്ട്. അതുകൊണ്ടാണ് ഈ ഡ്യൂട്ടി തന്നത്. രേണുകയുടെ മനസ്സിലൊരു അപായമണി മുഴങ്ങി. ആദ്യ സർ തന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി നിർത്തുന്നതാണോ എന്നവൾ മനസ്സിൽ ആലോചിച്ചു. പിന്നെ പേടിക്കുകയൊന്നും വേണ്ട. താഴെ സെക്ഷനിൽ നിന്ന് എല്ലാവരുമുണ്ട്. പിന്നെ സെക്യൂരിറ്റിയും ഉണ്ട്. തന്നെ ശല്യപ്പെടുത്താനോ ഒന്നും ആരും ഉണ്ടായിരിക്കില്ല. ഇവിടെ അങ്ങനെ ഒരു പേടിയും വേണ്ട. ആദി സാറോ? അവൾ മടിച്ചു ചോദിച്ചു. ആദി സാർ നേരത്തെ പോയി. അറിഞ്ഞില്ലേ? വേറെന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു.
അതിനു മുന്നേ എന്നോട് ഡ്യൂട്ടിയുടെ കാര്യവും പിന്നെ തനിക്കുള്ള ഡ്യൂട്ടിയും പറഞ്ഞിട്ടാണ് പോയത്. ഇന്നിനി വരില്ല. അത് കേട്ടതും എന്തോ മനസ്സിലൊരു തണുപ്പ് പടരുന്നത് പോലെ രേണുകൊക്കെ തോന്നി. അവൾ ആശ്വസിച്ചു. വീട്ടിൽ പറയണമെങ്കിൽ പറഞ്ഞോളൂ, ലേറ്റ് ആകുമെന്ന്. അവരെ വെറുതെ പേടിപ്പിക്കണ്ടല്ലോ. പിന്നെ ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞാൽ പുള്ളി ഓഫീസ് വണ്ടി വിളിച്ചു തരും. അതിൻ്റെ കാര്യമൊന്നും പേടിക്കേണ്ട. ഇനി വീട്ടിൽ നിന്ന് അച്ഛനോ മറ്റോ വരുമെങ്കിൽ അതുവരെയും താഴെ നിന്നാൽ മതി. ഒന്നുകൊണ്ടും ഇയാൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരുപാട് തവണ ഇതുപോലെ ഇവിടെ നിന്നിട്ടുണ്ട്. രേണുക തലയാട്ടി തിരിഞ്ഞു നടന്നതും ദീപ്തി ഫോണെടുത്ത് ദേവിനെ വിളിച്ചു. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. തൻ്റെ ക്യാബിനിൽ വന്നിരുന്നു കൊണ്ട് രേണുക അച്ഛനെ വിളിച്ചു. അച്ഛൻ പുറത്താണെന്ന് പറഞ്ഞു. ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി, ഫ്രീ ആണെങ്കിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് അയാൾ അവളോട് പറഞ്ഞു. ഇല്ലേ, ഓഫീസ് വണ്ടിയിൽ വരാൻ പറഞ്ഞു. വീട്ടിൽ അമ്മയെയും വിളിച്ച് രേണുക താമസിച്ചു വരുന്ന കാര്യം അവതരിപ്പിച്ചു. ഓരോരുത്തരായി പോയി കഴിഞ്ഞിരുന്നു. ആകെ മൊത്തം പുറത്ത് ഇരുൾ പടർന്നു തുടങ്ങി. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അന്നത്തെ പോലെ പേടിക്കാതിരിക്കാൻ രേണുക അവിടെയൊക്കെ തപ്പിപ്പെറുക്കി ക്യാൻഡിൽ വെച്ചു. ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ഇടയ്ക്ക് പവർ പോകുമെന്ന് ദീപ്തി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ താഴെ സെക്യൂരിറ്റി ചേട്ടൻ്റെ കയ്യിൽ നിന്നും എമർജൻസി ലാമ്പ് കൂടി എടുത്തു വെച്ചവൾ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി വർക്ക് തുടങ്ങിയവൾ ദീപ്തിയോട് ചോദിച്ച് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നു അവൾ. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി. മഴ കനത്തതും അവൾക്ക് ചെറിയ പേടി തോന്നിയെങ്കിലും അന്നത്തെ അത്രയും ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം അവൾക്ക് അനുഭവപ്പെട്ടില്ല. 1-2 ഫയൽസ് കൂടി റെഫറൻസ് വേണമെന്ന് തോന്നിയവൾക്ക്. അതെല്ലാം ആദിയുടെ ഓഫീസിൽ ഉണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ എമർജൻസി ലാമ്പും കയ്യിലെടുത്ത് ആദിയുടെ റൂമിന് മുന്നിൽ ചെന്ന് നിന്നു. പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൾ മെല്ലെ തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ചതും അകത്തു നിന്നും എന്തൊക്കെയോ ശബ്ദം കേട്ടവൾ ഞെട്ടി നിന്നു. റൂമിൽ ആരോ ഉണ്ടെന്ന് അവൾക്ക് തോന്നി. ലൈറ്റ് ഇട്ട് നോക്കാൻ അവൾ ചുവരിൽ ചേർന്നു നടന്നു. 2 നിമിഷത്തിനു ശേഷം സ്വിച്ച് കണ്ടെത്തി അവൾ ലൈറ്റ് തെളിയിച്ചതും ഒരു വലിയ മിന്നൽ വീശിയതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് അവൾ കണ്ണുകൾ മുറുകെ അടച്ച് തല കുനിച്ചു. ഇടിക്ക് വേണ്ടി കാതോർത്തവൾ പേടിച്ചു നിന്നു. ആ നിമിഷം മുന്നിലൂടെ ആരോ ഓടിപ്പോയതുപോലെ തോന്നിയവൾക്ക്. ഒപ്പം തന്നെ ഇടിയും വെട്ടി. അവൾ ഞെട്ടി വിറച്ച് അവിടെ തന്നെ നിന്നു. ഇടിശബ്ദം മാറിയതും അവൾ കണ്ണുകൾ തുറന്നു ചുറ്റിനും നോക്കി. ആദിയുടെ റൂമിന്റെ ഒരു വശത്ത് ജനൽപ്പാളി തുറന്നു കിടക്കുന്നു. കാറ്റേറ്റ് എന്ന വണ്ണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നുമുണ്ട്. ഞാൻ അകത്തു കയറിയ സമയത്ത് തുറന്നു കിടക്കുകയായിരുന്നല്ലോ എന്ന് അവൾ ആ ഒരു നിമിഷം ആലോചിച്ചു. ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നിയതായിരിക്കും. അതോ ആരെങ്കിലും ഈ റൂമിൽ വന്നിട്ടുണ്ടാകുമോ? പേടിയുണ്ടെങ്കിലും അവൾ പതിയെ ജനാലയ്ക്കടുത്തേക്ക് നടന്നു. പുറത്താകമാനം മഴ കനയ്ക്കുന്നുണ്ട്. കാറ്റിനോടൊപ്പം മഴത്തുള്ളിയും അകത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. ജനാലയ്ക്കടുത്തേക്ക് ചെന്ന് താഴേക്ക് നോക്കിയവൾ പുറകിൽ ചെറിയ മതിലും അപ്പുറത്ത് വേറെ ഏതോ പണി തീരാനുള്ള കെട്ടിടവുമാണ്. കുറച്ചു നാളായി അവിടെ പണികളൊന്നുമില്ല. ആ ഭാഗമൊക്കെ അവൾ സൂക്ഷിച്ചു നോക്കി. ഒന്നും കാണാനില്ല. തനിക്ക് തോന്നിയതായിരിക്കും. ജനൽ ചിലപ്പോൾ അടയ്ക്കാനും മറന്നിട്ടുണ്ടാകും. അത് കാറ്റ് വീശി തുറന്നതായിരിക്കും. അവൾ കൈയെത്തി ജനാല അടച്ചു. പിന്തിരിഞ്ഞു നടക്കുന്നതിനിടെ കാലിൽ എന്തോ തട്ടിയതായി തോന്നി. താഴെ എന്തോ തിളക്കം കണ്ടവൾ അതെടുത്തു. ഒരു ബട്ടൺസ് ആയിരുന്നു. നല്ല വലിപ്പം ഉണ്ടായിരുന്നു അതിന്. ആദി സാറിൻ്റേതായിരിക്കുമോ? 2-3 കളർ കോംബോ ഉണ്ടായിരുന്നു. ആദി ഒറ്റ കളർ ഷർട്ട് ധരിച്ചു മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ. എന്തായാലും ചന്തം കണ്ടവൾ അതെടുത്തു. അതേസമയം പുറകിലെ പണി തീരാത്ത കെട്ടിടത്തിന്റെ തൂണിന്റെ മറവിൽ നിന്നും ശ്രീദേവ് പുറത്തേക്ക് വന്നു. മഴ നനഞ്ഞ ഹുഡി പുറകിലേക്ക് മാറ്റിയവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയുമായി ഇരുളിന്റെ മറവിലേക്ക് പോയി. ആ കെട്ടിടത്തിന്റെ മതിൽ ചാടിയവൻ റോഡിലേക്ക് ഇറങ്ങി. അവനരികിലേക്ക് കാർ കൊണ്ടു ഒതുക്കി ദീപ്തി. ഒന്നുകൂടി ചുറ്റിനും നോക്കി അവൻ ഡോർ തുറന്നു കയറി. മിഷൻ സക്സസ് ദീപ്തി. ഇനി ഓരോ ചുവടിലും ആദ്യയുടെ പരാജയമായിരിക്കും. ഇനി നിന്റെ ഡ്യൂട്ടി കൂടി ഭംഗിയായി ചെയ്യണം. അവൻ്റെ ഭാര്യയാകാനുള്ള വഴികൾ കൂടി നമുക്ക് നോക്കണം. ചതിയിലൂടെ എങ്കിലും അങ്ങനെ. ഉടനെ അതും വേണം. എന്നിട്ട് വേണം എനിക്ക് സ്വസ്ഥമായി ഭരിക്കാൻ. പൊട്ടിച്ചിരിക്കുന്ന ദേവിൻ്റെ ഒപ്പം അവളും കൂടി. ഏകദേശം ജോലിയെല്ലാം കഴിയാറായി. 7 മണിയാകാറായി. ഇടയ്ക്ക് സെക്യൂരിറ്റി ചേട്ടൻ കോഫിയും പലഹാരവും അവൾക്ക് കൊണ്ടുകൊടുത്തു. അച്ഛനും വിളിച്ചിരുന്നു. എന്തായാലും തീർത്തു കഴിഞ്ഞ് അച്ഛനെയും വിളിച്ചു പോകാമെന്നവൾ കണക്ക് കൂട്ടി. 1/2 മണിക്കൂർ കൂടിയെടുത്തു എല്ലാം കഴിയാൻ. മോൾ പോകാറായോ? സെക്യൂരിറ്റി ചേട്ടനാണ്. കയ്യിൽ ഒരു കോഫിയും 2 പരിപ്പുവടയും ഉണ്ട്. എപ്പോൾ ഇറങ്ങും ചേട്ടാ? ഇതൊക്കെ ഇനി അടുക്കി പെറുക്കി വെച്ചാൽ മാത്രം മതി. ഞാൻ മോൾക്ക് ഒരു കോഫി കൂടി എടുത്തു. പിന്നെ വണ്ടി വിളിക്കണമെങ്കിൽ അതും കൂടി ചോദിക്കാമെന്നതാ. എന്തായാലും കോഫി ഇങ്ങ് തന്നേക്ക് ചേട്ടാ. വണ്ടി വിളിക്കേണ്ട. ഞാൻ ഇറങ്ങിയിട്ട് അച്ഛനെ വിളിക്കാം. അയാൾ താഴേക്ക് ഇറങ്ങിപ്പോയി. 4 സെക്യൂരിറ്റികൾ ഡേയും നൈറ്റും മാറി മാറി നിൽക്കും. അതിൽ ഇയാൾ മാത്രമേ തന്നോട് സ്നേഹത്തോടെ പെരുമാറുകയുള്ളൂ. ബാക്കി എല്ലാവരും ദീപ്തി മാഡത്തിൻ്റെ ആളുകളാണ്. അവൾ ഓരോന്ന് ആലോചിച്ച് ഒന്നുകൂടി എല്ലാം ചെക്ക് ചെയ്തു.
ഒരു പരിപ്പ് വട എടുത്ത് കഴിച്ചവൾ കോഫിയും കുടിച്ചു തീർത്തു. ബാഗൊക്കെ എടുത്ത് തയ്യാറാക്കി വെച്ചു. ബാക്കി വന്ന വടയും കൂടി അകത്താക്കാൻ തുടങ്ങി. നല്ല രുചിയുണ്ട്. ഫയലെടുത്ത് അവൻ്റെ ക്യാബിനിൽ മേശയിൽ കൊണ്ടുവച്ചു. മഴ ഇപ്പോഴും ഒരു തുള്ളി പോലും തോരാത്ത രീതിയിൽ പെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് ഡോർ തുറന്ന് മഴ നനഞ്ഞ രൂപം അകത്തേക്ക് വന്നത്. അവൾ ഞെട്ടലോടെ നോക്കി നിന്നു.